സംരക്ഷണ ഏകോപന സമിതി ചെയർമാൻ വിനോദ് ബി.കെ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ ഈ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളത് അംഗീകരിക്കുന്നു. കാരണം ഒരു ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ നെഹ്റു ട്രോഫി വള്ളംകളി വേണ്ടെന്ന് വെക്കുകയും ബേപ്പൂരിൽ ആ ഫെസ്റ്റ് നടത്താമെന്ന് തീരുമാനിക്കുകയും അതിന് 2.5 കോടിയോളം രൂപ സർക്കാർ അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നത്. നമ്മള് വള്ളംകളി പ്രേമികളെല്ലാം കുറച്ച് ദിവസങ്ങളായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയുടെ ഒരു ലെറ്റർ നമുക്ക് ഇന്ന് ജിയോ കാണുവാനുണ്ടായത്. ബേപ്പൂരിലേക്ക് 2.5 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഇത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബേപ്പൂരും ആലപ്പുഴയും തമ്മിലുള്ള കിലോമീറ്ററുകൾ നോക്കിയാൽ മതി. നമ്മുടെ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലമായിട്ട് ഏതാണ്ട് ഒരു 100 കിലോമീറ്ററോളം അടുത്താണ് ഈ പറയുന്ന ബേപ്പൂര്. അവിടുന്ന് 300 കിലോമീറ്റർ മാറിയാണ് ഈ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. പിന്നെ ഏതാണ്ട് 19 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്ന ഒരു മത്സരം ഇപ്പോൾ തന്നെ നേരത്തെ രവി പ്രസാദ് പറഞ്ഞ കണക്ക് തന്നെ 50 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെ മുടക്കി ഓരോ ക്ലബ്ബുകളും അതിന്റെ ആവേശം മുന്നോക്കി വന്നിരിക്കുകയാണ്. അതായത് കുട്ടനാടെന്ന് പറയുന്ന ഇതിക്കണക്കൊരു ആവേശമുള്ള മറ്റൊരു മത്സരമില്ല. ഇപ്പോൾ ഇവിടുത്തെ നേതാക്കന്മാരെ പോലും ചീത്ത പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ചെറുപ്പക്കാരും മുന്നിലേക്ക് വന്ന സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ മാവേലിക്കരയുടെ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു. അതിനുശേഷം ആലപ്പുഴയുടെ MP പിന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ തീരുമാനം നമുക്കറിയട്ടെ. പക്ഷേ ശ്രീ വിനോദ്, നേരത്തെ പ്രസാദ് സംസാരിച്ചതുപോലെ പറഞ്ഞതുപോലെ തന്നെ വള്ളംകളി നടന്നില്ലല്ലോ, പിന്നെ ഇപ്പോൾ എന്താണ് ഇത്ര നഷ്ടം എന്ന ചോദ്യം സ്വാഭാവികമായും ഇതിന്റെ ഒരു പ്രോസസ് അറിയാത്തവർക്ക് തോന്നിയേക്കാം. പക്ഷേ മാസങ്ങൾ നീണ്ട ഒരു പരിശീലനം, പരിശ്രമം ഒക്കെ തന്നെയുണ്ട് ഇതിന് പിറകിൽ എന്നതാണ് വസ്തുതയല്ലേ? ഏതാണ്ട് 50 ലക്ഷം മുതൽ ചെലവാക്കുന്നുണ്ട് ഓരോ ബോട്ട് ക്ലബ്ബും. തീർച്ചയായിട്ടും ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വള്ളംകളി എന്ന് പറയുമ്പോൾ ഇവർ മാത്രം ആ സമയത്ത് TV ഓൺ ചെയ്ത് കാണുന്നതല്ല വള്ളംകളി. നിങ്ങൾ ചാനലുകാർ ഇവിടെ വന്ന് കണ്ടിരിക്കുമല്ലോ. ഞങ്ങളുടെ ഒരുക്കം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 മാസത്തോളം കാലങ്ങൾ ഇതിനെ ഒരുക്കം. അതായത് ഒരു വള്ളംകളി ക്ലബ്ബ് ഒരു ടീം എന്ന് ഇറങ്ങുമ്പോൾ 1.5 കോടി രൂപയോളം അവർക്ക് ചെലവ് വരും. ശരിക്കും ലോക ചരിത്രത്തിൽ തന്നെ 5 ലക്ഷം രൂപയാണ് ഇതിന് കിട്ടുന്നത്. 1ാം സമ്മാനത്തിൽ കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. അതിനുവേണ്ടി മടക്കുന്ന 1.5 കോടി രൂപയാണ്. അപ്പോൾ ഏതാണ്ട് എത്രയോ 7,000-ഓളം തൊഴിൽക്കാരുണ്ട് എല്ലാ ക്ലബിലും കൂടെ കൂട്ടി. അവരുടെ അത്രയും വീട്ടിൽ ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ഒരു സീസണിൽ ചെല്ലുന്നുണ്ട്. അപ്പം ഇതൊന്നും അറിയാൻ മേലാത്ത കുറച്ച് നേതാക്കന്മാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനെ കൃത്യമായി പറഞ്ഞു ധരിപ്പിക്കാനുള്ളവരാരും ഇന്ന് ഭരണസമിതിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ രാഷ്ട്രീയം കലർന്നിരിക്കുന്നതുകൊണ്ടാണ്. അറിയാവുന്ന ആലപ്പുഴയിലുള്ള CPM-ന്റെ പ്രവർത്തകർക്കൊന്നും അവിടെ മിണ്ടാനൊക്കത്തില്ല. കാര്യം മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ റിയാസിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ നേതാക്കന്മാരൊന്നും തുറന്നു പറയാത്തത്. ഓരോ ഭരണസമിതിയിൽ നിൽപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന്. ശ്രീ വിനോദ്, രാഷ്ട്രീയത്തിനപ്പുറം ഇതിലൊരു ആവേശമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മാസങ്ങൾ നീണ്ട ഒരു പരിശ്രമമുണ്ട്. ഇവിടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. പുന്നമടക്കായലിൽ എല്ലാ വർഷവും നടക്കുന്ന നെഹ്റു ട്രോഫി വേണ്ടെന്ന് വെക്കുകയും ബേപ്പൂരിൽ, അതായത് നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ ഉരുൾപൊട്ടലുണ്ടായ ജില്ലയ്ക്ക് തൊട്ടടുത്തുള്ള ജില്ലയിൽ അത് മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു വാട്ടർ ഫെസ്റ്റ് നടത്താം. പക്ഷേ പരമ്പരാഗതമായി നമ്മൾ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന നെഹ്റു ട്രോഫി വേണ്ടെന്ന നിലപാടെടുക്കുന്നു. അതെന്ത് ന്യായം എന്നതാണ് ചോദ്യം. ന്യായമല്ലല്ലോ ഇത് കാണിക്കുന്നത്. എന്താ, ചരിത്രത്തെ അവഹേളിക്കുകയല്ലേ, നെഹ്റുവിനെ അവഹേളിക്കുകയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുട്ടനാട്ടുകാരെല്ലാവരും ഏകോപനമായിട്ട് നിൽക്കുന്ന ആകെ 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രളയം വരുമ്പോഴും, രണ്ടാമത് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന വള്ളംകളിയിലാണ്. ജാതി മത വർണ്ണവർഗ വ്യത്യാസത്തിന് അതീതമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേരുന്നത്, ഒരേ വേദിയിൽ ഇരിക്കുന്നത്, ഒന്നിച്ച് കോർത്ത് പിടിക്കുന്നതൊക്കെ വള്ളംകളിയുടെ പേരിലാണ്. പക്ഷെ അതുപോലെ ഇല്ലാതാക്കിക്കൊണ്ട് പോകുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിനുത്തരം ഈ ഭരിക്കുന്നവർ തരേണ്ടത് തന്നെയാണ്. ഈ ബോട്ട് ക്ലബ്ബുകളുടെയൊക്കെ ഒരു നിലപാട് എന്താണ് ഇപ്പോൾ? ബോട്ട് ക്ലബിൽ അതിപ്രസരമായിട്ട് വന്നിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ ശിബിരം ബാധിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യാൻ വൈകുന്നത്. പക്ഷേ അതിനൊക്കെ ഈ പറയുന്ന അതിൽ കൂടുതൽ പേര്, അതായത് ഈ ഇതിനകത്തിരിക്കുന്ന ബോട്ട് ക്ലബ്ബുകളിലൊക്കെ ഇരിക്കുന്ന ചിലരൊക്കെ അവർക്കൊക്കെ പേടിയാണ് എഴുന്നേറ്റ് പറയാൻ. ഇത്രയും വലിയ അനീതി നടന്നിട്ട് ചോദ്യം ചെയ്യാൻ അവരോടൊക്കെ നമ്മൾ തിരക്കുമ്പോൾ അവർ പറയും നാളെ വേണേ പറയാം എന്നാണ് പറയുന്നത്. നാളെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യുമോ എന്നാണ് പറയുന്നത്.
ഇത്രയും ഇതായിട്ട് അതായത് ഒരു വലിയ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മാറ്റിവെക്കുന്നു. ആ മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നടക്കുമെന്ന് നമുക്ക് തോന്നി. 2018 പ്രളയം ഇവിടെ വന്നപ്പോൾ നമ്മൾ മാറ്റിവെച്ചില്ലേ? അതുപോലെ മാറ്റിവെക്കുമ്പോൾ വേണ്ട, ഇനി ഒരു ആഘോഷം വേണ്ട എന്നുള്ള രീതിയിലാണ് ഓക്കെ. അതിനുശേഷം പല പല ആഘോഷങ്ങൾ പല പല സ്ഥലത്ത് നടക്കുന്നു, അതും നമുക്ക് വിഷയമില്ല. പക്ഷേ ഇപ്പോൾ മന്ത്രിയുടെ തന്നെ മണ്ഡലത്തിൽ നടക്കുമ്പോൾ നമ്മൾക്ക് ചോദിക്കണ്ടേ? അതെ, അത് തന്നെയാണ് ചോദ്യം. വളരെയധികം നന്ദി ശ്രീ വിനോദ് ബി കെ. കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതി ചെയർമാനാണ് പ്രതികരിച്ചത്. TV പ്രസ്